പെണ്ണും പെടുക്കും ഒക്കെ ആയ പിന്നെ ഉണ്ണിത്താമൊരാളുടെ ഓട്ടം നമ്മൾ വേണ്ടാന്ന് വെച്ച് പോലീസിനെ പിടിച്ച് മേടിച്ച് കള്ളച്ചേർക്കും കൊണ്ട് ഓടിയിട്ട് അർശസിന്റെ സുഖം മെച്ചം ഉറുപ്പത്ത് ഉണ്ടായിട്ടെന്താ ആസ്പത്രി കൊടുക്കാനേ നേരമുള്ളൂ. അല്ല കസ്റ്റഡിയിലാവുമ്പോ അതിന്റെ അടുത്ത് എത്ര ഉറുപ്പേന്റെ ചരക്കുണ്ടായിരുന്നു? പോലീസിനാണെങ്കിൽ 2 ലക്ഷം, ഉണ്ണിത്താന്റെ കണക്കിലാണെങ്കിൽ 10. ബാക്കി 8 ലക്ഷത്തിന്റെ മുതല് നീ എവിടെയോ അമുക്കിന്നാ ഉണ്ണിത്താൻ പറയണേ. നിനക്കറിയോ ഇവിടെ വന്ന് നമ്മളെ കുറെ ക്രോസിസ്താരം ചെയ്ത്. സത്യം പറ, നീ എവിടെയാ അമുക്കിയേ? ബാക്കി 8 പോലീസുകാർ തന്നെ അമുക്കിയതാ. പഠിച്ചോനെ, അത് കൊള്ളാലോ. അപ്പോഴേ ഭർത്താൻ പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി ചോർട്ട് കൊടുക്കുന്നു. മതി. ജയിലിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എന്നാലും കുടമ്പുളിട്ട് വെച്ച മത്തിയാ. ഞാൻ എഴുന്നേക്കട്ടെ. എന്താണ്ടത് ജയിലിൽ പോയിട്ട് നിനക്ക് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ. ആളൊരു പാവാ. അല്ല, ഇനിയിപ്പോ എന്താണ് എന്റെ അടുത്ത പരിപാടി? ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതും വാങ്ങിച്ച് നാട് വിടണം. എങ്ങോട്ട്? എങ്ങോട്ടൊന്നുമില്ല, ഇവിടെ നിന്നാൽ ശരിയാവില്ല. പരിചയമുള്ളവർക്കൊക്കെ എന്നും ഞാൻ നോട്ടപ്പുള്ളിയായിരിക്കും. എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഗതി കിട്ടാതാവുമ്പോ പിന്നെയും ചുറ്റിത്തിരിഞ്ഞ് ഉണ്ണിത്താൻ്റെ അടുത്ത് തന്നെ ചെന്നപ്പെടും. വേണ്ട, ഓണം എങ്ങോട്ടെങ്കിലും. ഒരു കണക്കിന് അതാ നല്ലത്. മനസ്സിലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അതെ, ഇത് പിടിക്ക്. പോയി പായ എടുത്തോണ്ട് വരാം. സാധാരണ നേരത്ത് കിടന്നു തുടങ്ങുന്നത് നിനക്ക് എന്തെങ്കിലും പെരുന്നാലാവോ? കിടന്നു കഴിക്കുക. മോനെ ഞാനൊന്ന് എടുത്തോട്ടെ സീതാലിക്ക. എന്താ എന്റെ പേര്? മമ്മൂട്ടി. കരയല്ലേ കരയല്ലേ, വീഡിയോ ഉള്ളൂ. ഇതെന്നെ ഓളെ കണ്ണിട്ട് ചൊളിപ്പിച്ചാണ് ഞാനിവിടെ. ഞാൻ വലിയ നിർത്തി. നേരോ? പറച്ചോനെ, നമ്മൾ എന്താണ് കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ നീ ജയിലിൽ പോയത് നന്നായി. കുറെ ദുശ്ശീലങ്ങളൊക്കെ മാറി കിട്ടിയല്ലോ. വീഡിയോ വഴി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളും കരുതുന്നു കുറെ നാള്. അതുപോട്ടെ, ഇനി ഒറ്റാന്തരേക്ക് നടക്കാനാണോ വിചാരം? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. മനസ്സിലായി. കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. കൊതിച്ചത് കിട്ടൂല. പടച്ചോൻ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. അതെ, വർത്താനം പറഞ്ഞിരുന്ന നേരം വെളുപ്പാക്കണ്ട, വന്ന് കിടക്കാൻ നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഉത്തരങ്ങൾ ഇടുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ആള് വെറും പാവാ. നീ കിടന്നു. അപ്പൊ ഗുഡ് നൈറ്റ്. ഇന്നലെ. എന്താ ഇവിടെ? ബാങ്കിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. പല ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ? ഇല്ല സാർ. വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ഏതായി കക്ഷി? പഴയ ശ്രീനിവാസ ജൂവലറി കേസിലെ പ്രതിയാ. ഉറുപ്പ് സാർ ഉണ്ടായിരുന്നപ്പോഴാ പൊക്കിയത്. 5 വർഷം കഠിനമായിരുന്നു. കഷ്ടം. നല്ലൊരു ചെറുപ്പക്കാരൻ. ആള് ഗ്രാജുവേറ്റാ. അയ്യോ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ രാഷ്ട്രീയക്കാരന്റെ കൊണ്ടുപോയായിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോ മുതലാളിമാർ ഏറ്റെടുത്തു. പിന്നെ ഫുൾ ടൈം കൊണ്ടുപോയി. പിടികൂടുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിത്താനായിരുന്നു. പക്ഷെ കോടതിയിൽ ചെന്നപ്പോൾ ഇവനയുടെ പേര് പറഞ്ഞില്ല. ഇവനെ രക്ഷിച്ചോളാമെന്ന് ഉണ്ണിത്താൻ നേരത്തെ വാക്കുകൊടുത്തിരുന്ന ഇടപെട്ടാൽ കുടുങ്ങുമെന്ന് വന്നപ്പോൾ അയാൾ കൈകഴുകി. അയ്യോ, ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ കാക്കി മാറ്റി കാവ്യാക്കിയാലോ എന്ന് ആലോചിക്കുക. യൂണിഫോം കാവ്യാക്കുന്നുണ്ടെന്നാ പ്രയോജനം? അല്ല സാർ, ഞാൻ സന്യസിക്കാൻ പോണ കാര്യം സാറിനോട്. ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. ഓക്കെ മാനേജർ സാർ. എന്താ വിശേഷാക്ഷി? സൗഖ്യം തന്നെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാമേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു മിസ്റ്റർ ജെയിംസ്? സാവിയർ ഫൈൻ. 5 ലക്ഷം. $10 ഒറ്റ നോട്ട് വേണം.
താഴെ വല്ല പെട്ടിക്കടയിലും പോയി വാങ്ങിക്കൂടെ? അവര് ഇവിടെ നിന്നാണ് ചില്ലറ മാറുന്നതെന്ന് പറഞ്ഞു. എന്നാ വെയിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ടോക്കൺ 23. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞീഷോ ഹിയർ. അടിച്ചോ? ഉറപ്പാണോ? 5 ലക്ഷോ? പുള്ളിക്കാരന് ലോട്ടറി അടിച്ചു എന്നാ തോന്നണേ. തട്ടിപ്പറിച്ചെന്ന് ഓടുമ്പോ പ്രതി എവിടെയായിരുന്നോ? ശരി ശരി. എന്താ സാറേ? ധനശ്രീ ബാങ്കിൽ നിന്ന് ഒരുത്ത 5 ലക്ഷം തട്ടിപ്പറിച്ചോണ്ട് ഓടിയാണ്. ശരിയായ പ്രതി കിട്ടിയില്ലെങ്കിൽ ഈ കേസ് നിന്റെ തല വെച്ച് കിട്ടും. സ്റ്റേഷനിൽ CIയും SIയും ഇല്ലാത്ത സമയം നോക്കി ബാങ്ക് തട്ടിപ്പറിക്കണമെങ്കിൽ അവൻ എത്ര പഠിച്ച കള്ളനായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാ സാറേ. അയ്യോ, തന്നോട് സംസാരിച്ച് എന്റെ തലയ്ക്ക് വട്ടുകൂടും. SP ഒന്ന് വിളിച്ചു നോക്ക് സാറേ. ആ കാട്ടുമാക്കാൻ ഇപ്പൊ കോട്ടേഴ്സിൽ കാണുമാവോ? ഹലോ, യെസ് SP ഹിയർ. ഞാൻ HC കുഞ്ഞീഷാണ് സാർ, ധനശ്രീ ബാങ്കിൽ നിന്ന്. എപ്പോ? ഓഹോ, ഐ സി. SI നമ്മുടെ SI ESIക്ക് പോയിരിക്കുക സാർ. CI ബാലചന്ദ്രൻ നായരോ? അദ്ദേഹം അനാഥാലയത്തിൽ മിഠായി വിതരണത്തിന് പോയിരിക്കുക. ഓ, SC കുഞ്ഞീഷയോ? പുള്ളി ഞാനാണ് സാർ കുഞ്ഞീഷോ. ഓ സോറി സോറി. താനേ ആ ജീപ്പ് എടുത്തുകൊണ്ട് വാ. വില എടുക്കണോ സാർ? വേണ്ട, താനത് പുഴുങ്ങി തിന്നോ. ആ സാർ, ഇങ്ങോട്ട് മാറി വരത്തലയാ. ധനശ്രീ ബാങ്കിൽ നിന്ന്
5 ലക്ഷവും തട്ടിക്കൊണ്ട് ആരും ഓടിയെന്ന്. ഓടിയത് അവൻ തന്നെയായിരിക്കും. ആ ബെന്നി. അവനെ അവിടെ വെച്ച് കണ്ടപ്പോഴും എനിക്ക് സംശയം തോന്നില്ല. അപ്പൊ തന്നെ അവനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മോഷണം നടക്കുമായിരുന്നോ? സമ്മതിച്ചു. നീ ആ പിണ്ണാക്ക് കേശവലയുടെ മകള് തന്നെ പുഴകി തിന്നാൻ നീ എന്റെ സ്റ്റിക്കും ആ ക്യാപ്പ് കൊടുക്കണം. അപ്പോ വീണ്ടും തുടങ്ങിയല്ലേ? സാർ, ഇവൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ പണം തട്ടിപ്പറിച്ചോണ്ട് ഓടിപ്പോ ഞാൻ പിടിക്കാൻ ഓടിച്ചതാ. വേണ്ടിപ്പോരുത്. 5 വർഷം ജയിലിൽ കിടന്ന് പോരല്ലേ? സാർ, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ചോദിക്കണം സാർ. ഞാൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ കാശ് തട്ടിപ്പറിച്ചോണ്ട് ഓടിയപ്പോ ഞാൻ പിടിക്കാൻ കൂടെ ഓടിയതാ. ഞാനല്ല, ഇവനാണ് കള്ളൻ. അല്ല സാർ, ഇവനാണ്. ബെന്നി, അവനെ വിടാൻ മര്യാദയ്ക്ക് സറണ്ടർ ആകുന്നതാണ് പറഞ്ഞത്. ഇല്ല, ഇനി എന്നെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പണം ബാങ്കിൽ നിക്ഷേപിക്കും. എന്നെ വിടണം സാർ. ഞാൻ കള്ളനല്ലെന്ന് ഞാൻ തെളിയിച്ചോളാം. ശാരദേ, 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 എന്റെ റിവോൾവർ. ഇങ്ങോട്ട് മാറി. എന്റെ അമ്മേ. ഇവനെ കണ്ടിട്ടൂടെ? ആ കളാ. സാർ, വീട്ടിൽ വഴക്കമില്ലെന്നാണോ സാറേ? ആരാ അവിടുത്തെ പെട്ടി എടുത്തോണ്ട് ഓടിയത്? കേരളത്തില്